ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ഒരു പ്രഷർ പമ്പ് കണ്ടോ? ഇത് കംപ്ലൈന്റ് ആണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കസ്റ്റമറിന്റെ ഷോപ്പിൽ ഉപയോഗിക്കുന്ന പമ്പാണിത്. നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് വി-ഗാർഡിന്റെ സെൻട്രൽ ഫ്യൂഗൽ റീജനറേറ്റ് പമ്പാണ് കേട്ടോ. ഇത് 0.5 HP സെൽഫ് പ്രൈമിംഗ് പമ്പ് കൂടിയാണ്. ഇതിന്റെ സ്പീഡ് കൊടുത്തിരിക്കുന്നത് 2800 RPM ആണ്. ഇതിന് കണ്ടിട്ട് അധികം പഴക്കമൊന്നും തോന്നുന്നില്ല. അപ്പോൾ എന്താണ് കംപ്ലൈന്റ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിന്റെ മുകളിൽ കാണുന്ന കറുത്ത ഭാഗം കണ്ടോ, അത് ഇതിന്റെ പ്രഷർ ടാങ്ക് ആണ്. വെള്ളത്തിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് കേട്ടോ ഇത് സഹായിക്കുന്നത്. ഈ ഒരു പമ്പ് പ്ലസ് പ്രഷർ ടാങ്ക് കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ വീടിന്റെ ടാപ്പ് തുറക്കുമ്പോൾ നല്ല പ്രഷറോട് കൂടി നമുക്ക് വെള്ളം കിട്ടും. മാത്രമല്ല മോട്ടറിന്റെ ലൈഫ് കൂടി കൂടും. പമ്പ് കംപ്ലൈന്റ് ആയാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ലീഫ് കറങ്ങുന്നുണ്ടോ എന്നാണ്. ഇത് കറങ്ങിയാൽ മാത്രമേ നമുക്ക് വാട്ടർ പമ്പ് ആവുകയുള്ളൂ. ഇവിടെ നമ്മൾ സ്ക്രൂ ഡ്രൈവറോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അനക്കി നോക്കണം. ഈ ഒരു കേസിൽ ഇത് അനങ്ങുന്ന പോലും ഇല്ല. നമുക്ക് ഇതിന്റെ കവറൊന്ന് അഴിച്ചിട്ട് പ്രോപ്പർ ആയിട്ടൊന്ന് കറക്കി നോക്കാം. നിങ്ങളുടെ വീട്ടിലെ ഇതുപോലെ മോട്ടറൊക്കെ പെട്ടെന്ന് സ്റ്റക്കായി പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ സ്ക്രൂ ഡ്രൈവറോ മറ്റോ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡസ്റ്റോ മറ്റോ കയറി സ്റ്റക്കായതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യും. നമുക്ക് ഇതിന്റെ 3 ഭാഗത്തെ സ്ക്രൂ അഴിച്ചിട്ട് ഈ ഒരു കവർ മാറ്റി നോക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ കവർ അഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാൻ അനക്കി നോക്കണം. ഈ ഒരു ഫാൻ അനങ്ങുന്നില്ല കേട്ടോ, നന്നായിട്ട് സ്റ്റക്കായിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സ്റ്റക്കായിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു മോട്ടർ അഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഫുള്ള് നമ്മളിത് ഡിസ്മാൻഡിൽ ചെയ്ത് എടുക്കണം കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോ ഭാഗവും അഴിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ലീഫ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി അഴിച്ചെടുക്കണം. എന്നാലേ ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒരു പ്ലെയർ വെച്ചിട്ട് ഇതുപോലെ ഇതിന്റെ നട്ടെല്ലാം അഴിച്ചു മാറ്റാം കേട്ടോ. ഇത്തിരി പണിയാണ്, കാരണം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് മോട്ടർ അഴിക്കുക എന്നത്. പിന്നെ അതിന്റെ വൈൻഡിങ് എല്ലാം എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ റീവൈൻഡ് ചെയ്യലൊക്കെ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താം. അങ്ങനെ നമ്മൾ മോട്ടറിന്റെ ഒരു വശം അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മോട്ടറിന്റെ അകം കണ്ടോ, ആകെ വെള്ളം കയറി തുരുമ്പെടുത്തിട്ട് തുരുമ്പും ക്ലാവും എല്ലാം കൂടി ഒരു പരുവായിട്ടിരിക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇതിലിങ്ങനെ വെള്ളം കയറിയതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കൂടി ഇനി ഒന്ന് അഴിച്ചെടുക്കാം.
പ്രഷർ പമ്പിൽ ഈ വെള്ള നിറത്തിൽ കാണുന്നത് ഓട്ടോമാറ്റിക് പ്രഷർ സ്വിച്ച് യൂണിറ്റ് ആണ് കേട്ടോ. ഇതാണ് ടാങ്കിലുള്ള പ്രഷർ അനുസരിച്ചിട്ട് മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ടാങ്കിൽ പ്രഷർ ഫുള്ളായി കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ചെയ്യും. അതുപോലെ ടാപ്പ് തുറക്കുമ്പോൾ പ്രഷർ കുറയുകയും മോട്ടർ ഓൺ ആവുകയും ചെയ്യും. അതായത് നമ്മൾ പൈപ്പ് തുറന്ന് വെള്ളം ഉപയോഗിക്കുമ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ടാങ്ക് ഫുൾ പ്രഷർ എത്തിക്കഴിഞ്ഞാൽ മോട്ടർ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. നമുക്കിനി ഇതിന്റെ കണക്ഷൻ ഒന്ന് പിടിപ്പിക്കാം കേട്ടോ. മോട്ടറിലേക്കുള്ള കണക്ഷനാണ് നമ്മൾ അതിന് മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം, നമുക്കിതിപ്പോൾ ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡ് കൂടി അഴിച്ചെടുക്കുകയാണ്. ഇത് മോട്ടറിന്റെ ഇമ്പല്ലർ ആണ് കേട്ടോ. അപ്പൊ ഇത് കറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ഫാനും കറങ്ങുന്നത്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റക്കാണ്. നമുക്കിത് കുറച്ച് നേരം ഇതുപോലെ കറക്കിയാൽ മാത്രമേ ഒന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അഴിച്ചിട്ട് നോക്കാം. അപ്പൊ നമ്മളിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അകത്തുണ്ടായിരുന്ന പുറത്തുണ്ടായിരുന്ന അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് തിരിച്ച് ഇരുന്ന പോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. എന്നിട്ട് വേണം നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട്. നേരത്തെ ഇരുന്ന പോലെ ഓരോ ഭാഗവും അതാത് പോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ വശം കൂടി ഇരുന്ന പോലെ വെക്കാവേ. അപ്പോൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഹോൾ കറക്റ്റാക്കി വെച്ചിട്ട് നട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഉണ്ടാകുന്നതിനെക്കാട്ടി കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ കുറച്ച് നേരം കൂടി തിരിച്ചു കൊടുക്കാം. അപ്പം ഒന്നും കൂടി സ്മൂത്ത് ആവും. ഇപ്പോൾ കുറച്ച് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഫൈനലി നമ്മൾ കവർ കൂടി ഇട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമുക്കിതിന്റെ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വെള്ള നിറത്തിൽ കാണുന്നത് അതിന്റെ കപ്പാസിറ്റർ ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ ഒരു കുഞ്ഞു വയർ ഇതിൽ നിന്ന് അഴിക്കുകയാണ്. ഇത് പവർ സപ്ലൈയുടെ വയറാണ്. ഇത് അഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വയറായതുകൊണ്ട് നമ്മൾ അഴിച്ചിട്ട് വേറൊരു കണക്ഷൻ കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം കേട്ടോ. വേറെ 2 വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അഴിച്ച സ്ഥലത്തേക്ക് ഈ 2 വയറുകൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോട്ടർ ഇവിടെ വർക്കായിട്ടുണ്ട് കേട്ടോ. നേരത്തെ സ്റ്റക്ക് ആയിരുന്നു, ഇപ്പോൾ വർക്കായിട്ടുണ്ട്. മോട്ടറിന് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല, പക്ഷെ ഇതിനുള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്ത ടെമ്പററി കണക്ഷൻ നമുക്ക് തിരിച്ചഴിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഇമ്പല്ലറിന്റെ ഉള്ളിലായിട്ട് ഒരു മെക്കാനിക്കൽ സീൽ ഉണ്ട് കേട്ടോ. പമ്പ് പ്രവർത്തിക്കുമ്പോൾ വെള്ളം മോട്ടറിന്റെ അകത്തേക്ക് കടക്കുന്നത് തടയുന്നത് ഇതാണ്. അതുപോലെ ലീക്കേജ് ഒഴിവാക്കാനും സഹായിക്കുന്നത് ഇതാണ്. നമുക്ക് അതുകൂടി അഴിച്ചു നോക്കാം കേട്ടോ. അത് ഡാമേജ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ തേഞ്ഞു പോയതുകൊണ്ടോ ആയിരിക്കാം വെള്ളം അകത്തേക്ക് ലീക്ക് ആയത്. ഇതിന്റെ ഉള്ളിലായിട്ട് കാണുന്നതാണ് കേട്ടോ സീല്. ഇത് 2 ഭാഗങ്ങളാണുള്ളത്. ഒരെണ്ണം സ്റ്റേബിൾ ആണ്, മറ്റേതാണെങ്കിൽ റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ ഇത് റൊട്ടേറ്റിംഗ് ഭാഗമാണ് കേട്ടോ. ഇത് ഷാഫ്റ്റ്, മോട്ടറിന്റെ ഷാഫ്റ്റ് തിരിയുന്നതിനൊപ്പം ഇത് തിരിയുകയും ടൈറ്റ് ആവുകയും ചെയ്യും. മറ്റേത് സ്റ്റേബിൾ ആണ്. ഇത് ചെറുതായിട്ടൊന്ന് തേഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയത് വാങ്ങിയൊന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഇതിന് 2 ഭാഗമാണ് വരുന്നത്. ഈ സ്പ്രിങ് വരുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗവും മറ്റേത് സ്റ്റേബിൾ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ നമുക്കിത് തിരിച്ച് അവിടെ പൊസിഷൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇമ്പല്ലർ കൂടിയിട്ട് ടൈറ്റ് ചെയ്യാം.
അടുത്ത നമ്മൾ ഇതിന്റെ ടോപ്പിലത്തെ പോർഷൻ പ്രഷർ ടാങ്ക് വെച്ച് കൊടുക്കുകയാണ്. അതും നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം അഴിച്ചായിരുന്നല്ലോ പമ്പിൽ നിന്ന് കൺട്രോളറിലേക്കുള്ള കണക്ഷൻ. ഇത് തൽക്കാലത്തേക്കൊന്ന് ഷോർട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് പവർ സപ്ലൈ ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ. നേരത്തെ പോലെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോട്ടർ ഇവിടെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിന്റെ യൂണിറ്റിലേക്ക് നേരത്തെ അഴിച്ചു വെച്ച കണക്ഷൻ ഇല്ലേ അതുകൂടി കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഈ ഒരു യൂണിറ്റ് അഴിച്ചെടുക്കണം. അപ്പൊ ഇവിടെയായിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ 2 വയറും അതത് ഭാഗത്തായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മൾ കൺട്രോൾ യൂണിറ്റ് കണക്ഷനൊക്കെ കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോട്ടറിന്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ മോട്ടർ തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം എല്ലാം സോൾവ് ആയിട്ടുണ്ട്, വെള്ളം കയറുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.